സ്ത്രീകളെ ലക്ഷ്യമിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും മുന്നണികളുടെ പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ സ്ത്രീ സാന്നിധ്യം പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രകടന പത്രിക പുറത്തിറക്കുന്ന വേദിയിൽ പിൻനിരയിലോ ഏതെങ്കിലും വശങ്ങളിലോ ആണ് സ്ത്രീകൾ ഉണ്ടായിരുന്നത്. ഇതിൽ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ വിമർശനം ഉയർന്നു. സംസ്ഥാനത്തെ ജനസംഖ്യയിലും വോട്ടേഴ്സിലും എണ്ണത്തിൽ കൂടുതൽ സ്ത്രീകൾ എന്നുവെച്ചാൽ പകുതിയിലേറെ. LDFന്റെയും UDFന്റെയും NDയുടെയും പ്രകടന പത്രികകൾ പുറത്തിറക്കിയപ്പോൾ സ്ത്രീകളെ ലക്ഷ്യം വെച്ചാണ് പ്രധാന വാഗ്ദാനങ്ങൾ. ആർത്തവാവധി നടപ്പാക്കുമെന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ LDF പ്രകടന പത്രികയിലുണ്ട്. എന്നാൽ വേദിയിൽ ഏറ്റവും അറ്റത്തായി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീയും മുൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പും മാത്രം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ തുടങ്ങിയവയാണ് UDFന്റെ വാഗ്ദാനം. വേദിയിൽ 4 വനിതാ നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിലും അവരും വശങ്ങളിലും പിൻനിരയിലുമായി. പാവപ്പെട്ട കുടുംബങ്ങളിലെ വനിതകൾക്ക് പ്രതിമാസം 2500 രൂപയുടെ ഭക്ഷ്യസുരക്ഷാ കാർഡ് നൽകുമെന്നായിരുന്നു NDയുടെ വാഗ്ദാനം. ഈ വേദിയിലും സ്ത്രീ സാന്നിധ്യം പേരിനു മാത്രം. സ്ത്രീകളെ മുൻനിരയിലെത്തിക്കുമെന്നാണ് എല്ലാ മുന്നണികളുടെയും തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. പക്ഷേ നേതാക്കൾ നിരന്നു നിൽക്കുമ്പോൾ ആ വേദിയുടെ പിന്നിലും വശങ്ങളിലുമായി വനിതാ നേതാക്കളെ ഒതുക്കുന്നെന്ന വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.